നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് AM അൻസാർ എന്ന ശരിക്കും പറഞ്ഞാൽ ഈ അൻസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ്. അബുദാബിയിൽ UAEയിൽ അൻസാറിനെ അറിയാത്ത ആരുമില്ല. അത്ര ജനകീയനായ ഒരു മനുഷ്യനാണ്. നമസ്കാരം അക്ക. നമസ്കാരം. ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഇക്കെ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഖദർ വേഷധാരിയായിട്ടാണ് കാണുന്നത്. ഏത് വർഷമാണ് ഇങ്ങോട്ട് എത്തിയത്? 94 ഇവിടെ എത്തി. 94 എന്ത് പ്രൊഫഷണലായിട്ടാണ് ഇവിടെ വന്നത്? ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് ഇവിടെ ഗൾഫ് പൈപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയിൽ സത്യത്തിൽ ഗൾഫിൽ വരാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾ രണ്ടുപേരും ഗൾഫ് പൈപ്പിംഗ് ഉണ്ട്. AM മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ സാഹിത്യകാരൻ, നമ്മുടെ ഗൾഫ് സാഹിത്യ അവാർഡ് ആദ്യമായി വാങ്ങിയ ആളാണ്. പുള്ളിയാണ് എനിക്ക് വിസ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, കാരണം പൊരുത്തപ്പെട്ടു പോകാൻ. ഈ കുപ്പായത്തിൽ നിന്ന് മാറി ഒരു ജോലിക്കാരൻ്റെ വേഷം ഇട്ടപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ, കാരണം അതുവരെ ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾ എന്ന നിലയ്ക്ക്. പക്ഷെ പിന്നെ അത് മാറി. ഇപ്പം 31 വർഷമായി ഈ ഗൾഫിലെ പ്രവാസം. ഈ ഓരോ അതായത് 31 വർഷം മുമ്പ് വന്ന സാഹചര്യം അല്ല ഇപ്പോഴുള്ള സാഹചര്യം. അപ്പം ഈ ഓരോ സ്റ്റെപ്പും കടന്നു വന്നപ്പോൾ ഇക്കയ്ക്ക് ഉണ്ടായ അനുഭവങ്ങൾ അതൊന്ന് പറയാമോ? അല്ല, ഞാൻ 22 വർഷം ആ ഒരേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തത്. പക്ഷേ എന്നെ ഈ അബുദാബി കൊണ്ടുവരുമ്പോൾ, ഞാൻ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയി നടക്കുന്ന ഒരാൾ, ഒരു പൊതുരംഗത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് ഇവിടെ വന്നപ്പം ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ അന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം അബുദാബി മലയാളി സമാജത്തിൽ എന്നെ കൊണ്ടുവന്നു. അപ്പം സമാജം കണ്ടപ്പോൾ, സമാജത്തിൻ്റെ പ്രവർത്തനം, കോൺഗ്രസ്സുകാരൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ അങ്ങോട്ട് അതിലും പ്രവർത്തിച്ചു. അന്ന് തൊട്ട് ഇന്നേ വരെ അബുദാബി മലയാളി സമാജത്തിൽ പ്രവർത്തിക്കുന്നു. അന്നിവിടെ ഇപ്പം 42 വർഷം പഴക്കമുള്ള ഒരു അരങ്ങ് സാംസ്കാരിക വേദിയുണ്ട്. ആ അരങ്ങ് സാംസ്കാരിക വേദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സാഹിത്യകാരും, T പത്മനാഭൻ തൊട്ട് ഇങ്ങനെ ലാസ്റ്റ് PK പാറക്കടവ് വരെ ഇവിടെ വന്ന് നമ്മുടെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ. ആദ്യമായി T പത്മനാഭനെ കാണുന്നത് 95 അബുദാബി മലയാളി സമാജത്തിൻ്റെ അവാർഡ് വാങ്ങിക്കും. അപ്പോൾ അന്നോട്ട് ഇന്നേ വരെ ആ ബന്ധങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ പെരുമ്പടം സാറായാലും സക്കറിയ സാറായാലും എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുന്ന ഒരു സംഘടനയായിരുന്നു. ഞാൻ ഇന്ന് അതിൻ്റെ പാറ്റേണാണ്. കാരണം അത് കൈവിടാതെ ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നു. വലിയ പരിപാടികൾ നടത്തി ഒക്കെ. അബുദാബി മലയാളി സമാജം 12 സംഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു കോർഡിനേഷനാണ്. അതിലൊരു സംഘടനയുടെ ആണ് അരങ്ങ് സാംസ്കാരിക വേദി. അതിൻ്റെ ആ 12 സംഘടനയുടെ ഇന്ന് അതിൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ. ആ കോർഡിനേഷൻ്റെ വൈസ് ചെയർമാനാണ്. പിന്നെ ഇവിടെ എൻ്റെ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. ഇൻഗാസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ് അബുദാബിയിൽ. അതിൻ്റെ അബുദാബിയുടെ പ്രസിഡൻ്റാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എൻ്റെ പാരമ്പര്യം, വാപ്പായാലും ഉപ്പുപ്പായാലും എല്ലാവരും പാരമ്പര്യമായി ഒരു പാർട്ടിക്കാരനായതുകൊണ്ട്, കോൺഗ്രസ് ഓഫീസിൽ വളർന്നതുകൊണ്ട് എനിക്കിപ്പോഴും ആ പാർട്ടിയോടുള്ള ഒരു, അതിന് പാർട്ടി എന്ത് നേതൃത്വം തന്നാലും സ്വീകരിക്കാൻ. എല്ലാ ഇലക്ഷനും 1.5 മാസം, ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 1.5 മാസം എനിക്ക് KC വേണുഗോപാലിൻ്റെയും കൊടിക്കുന്ന് സുരേഷിൻ്റെ ഇലക്ഷൻ്റെ ചാർജായിരുന്നു. 1.5 മാസം ഞാൻ അവിടെ പോയി നിന്ന് പ്രവർത്തിച്ചോളാം. ഇലക്ഷന് വേണ്ടി നാട്ടിൽ എല്ലാ ഇലക്ഷനും പോകും. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ശരി. എല്ലാ ഇലക്ഷൻ വരുമ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ പോകും. 1.5 മാസത്തോളം ഇലക്ഷൻ കഴിയുമ്പോഴേ തിരിച്ചു വരത്തുള്ളൂ. അതാണ് പാർട്ടിയുമായിട്ടുള്ള ഒരു. ഇന്നിപ്പം ഇവിടെ ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും രൂപീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം മാറ്റി നിർത്തിയാണ് പ്രവാസിയായത്. ഈ പ്രവാസിയായി ഈ പറയും പോലെ മലയാളി സമാജത്തിലോട്ട് വരികയും ഇവിടെ വന്ന് ഗൾഫിൽ വന്നപ്പോൾ മലയാളി സമാജത്തിലെത്തുകയും. അപ്പം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം
കുറേ മലയാളികളെ കാണുകയും അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യുമ്പോൾ വീണ്ടും നാട്ടിലെ ആ ഗൃഹാതുരമായ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുകയാണ്. തീർച്ചയായും. ഞാൻ തുടക്കം അബുദാബി മലയാളി സമാജത്തിൽ എൻ്റെ തുടക്കം ലിറ്റററി സെക്രട്ടറി ആയിട്ടാണ്. 4 ടേമിൽ ലിറ്റററി സെക്രട്ടറി ആയി, ആർട്ട് സെക്രട്ടറി ആയി. ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് വലിയൊരു ഇലക്ഷനെ നേരിട്ട് അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി, ചീഫ് കോർഡിനേറ്ററായി, അതിൻ്റെ ജനറൽ സെക്രട്ടറി. എല്ലാ മേഖലയിലും ഞാൻ അബുദാബി ഇപ്പോഴും അതിൻ്റെ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞാൻ കമ്മിറ്റി അംഗമായിട്ടുണ്ടായിരുന്നു. അതൊരു സീനിയോറിറ്റി വെച്ച് സമാജത്തെ അറിയാവുന്നത് കൊണ്ട് നമ്മളെ നിർബന്ധിച്ച് അതിൻ്റെ ഒരു കമ്മിറ്റി അംഗമായിട്ടിരിക്കാൻ വേണ്ടി. ഇപ്പം ഈ 12 സംഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു കോർഡിനേഷൻ്റെ വൈസ് ചെയർമാനാണ്. അതിൽ സമാജത്തിൻ്റെ എല്ലാ പരിപാടിയിലും മുൻതൂക്കം സമാജമാണ്. കാരണം എന്നെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അബുദാബി മലയാളി. ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഞാൻ എവിടെ പോയാലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അബുദാബി മലയാളി സമാജം കൊണ്ട് എന്ത് നേട്ടം ആയി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പം ഉള്ള സുഹൃത്ത് ബന്ധം തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ ഒരു കല്യാണത്തിന് പോയപ്പോഴും അവിടെ പഴയ ആൾക്കാരെ എല്ലാം കാണാൻ പറ്റും. അതൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതല്ല, ഈ മലയാളി സമാജത്തിൽ വരുമ്പോഴും അൻസാറൊക്കെ ഒരു എന്താണ് ഒരു നിറസാന്നിധ്യം, അതായത് ചിരിയോടുകൂടി എല്ലാവരെയും വളരെ വെൽക്കം ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. ഒരിക്കലും എന്താണ് മുഖം കറുത്ത് കണ്ടിട്ടില്ല എന്ന് പറയാം. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകുന്ന അത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണോ അങ്ങനെ? അങ്ങനെയല്ല, ഞാൻ തെറ്റ് കണ്ടാൽ അന്നേരം തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. ആര് എന്ത് കാണിച്ചാലും. കാരണം അബുദാബി മലയാളി സമാജമായാലും ഞാനും കാണുന്നത് എൻ്റെ വീടും എൻ്റെ കുടുംബവുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ആരെങ്കിലും കുട്ടികൾ പോലും എന്തെങ്കിലും ഇത് കണ്ടാൽ ഞാൻ പ്രതികരിക്കും. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം നമ്മളവിടെ ഇപ്പം ഒരുപാട് മാറ്റം വന്ന്. കാരണം ഇപ്പോൾ അങ്ങനെ പ്രതികരിക്കാറില്ല. കാരണം എന്ത് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട്. അന്നത്തെ ആ ഒരു ഇതല്ലല്ലോ, ഇപ്പം കുറച്ച് മാറിയില്ല, നമ്മൾ കുറച്ച് പക്വതയൊക്കെ. അപ്പോൾ തീർച്ചയായും ഇപ്പം എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറി മുന്നോട്ട് പോകണമെന്നാണ്. അതിൻ്റേതായ ഒരു ഇതുണ്ട്. പിന്നെ നാട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പം ചൂടാകേണ്ടടുത്ത് ചൂടാവും. പക്ഷെ ഇപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് മാറ്റം വന്നു എന്ന് പറയാം. ഈ ഇത്രയും വർഷം ഇവിടെ പ്രവാസത്തിൽ വന്നിട്ട് ഏകദേശം കുറേ വർഷങ്ങൾ ജോലി തന്നെയാണ് ചെയ്തത് ഒരു കമ്പനിയിൽ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ബിസിനസ്സിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്? അതായത് പിന്നെ ഞാൻ ഗൾഫ് പൈപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ കമ്പനിയാണ്. അതായത് ഒരു 4-5 കമ്പനിയാണ്, 16,000 പേര് ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കമ്പനിയായിരുന്നു. അവിടെ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഇതുപോലൊരു സംവിധാനമായിരുന്നു അവിടെയും. ഒരു 4-5 ഞാൻ താഴെ ഒരു ഇലക്ട്രീഷ്യനായിട്ട് തുടങ്ങിയെങ്കിലും അതൊരു 4-5 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. അപ്പോൾ അത് എനിക്ക് കിട്ടിയ പൊതുരംഗത്ത് കിട്ടിയ ഒരു ഇതാണ്. അബുദാബി മലയാളി സമാജം ഇപ്പം അവിടുത്തെ PRO വർക്ക് വരെ ചെയ്യാൻ ഞാൻ തയ്യാറായി. നോ എന്ന എൻ്റെ നിഘണ്ടുവിലില്ലായിരുന്നു. ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവരെല്ലാം വന്ന് എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റും. അതുപോലെ എനിക്ക് സ്വാതന്ത്ര്യവും കമ്പനി തന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ പുതിയ അബുദാബി മലയാളി സമാജത്തിൻ്റെ ഓപ്പണിങ്ങിൽ 1.5 വർഷം എൻ്റെ അധ്വാനമാണ് അതൊരു വലിയ സംവിധാനമാക്കി മാറ്റാൻ. കാരണം അതിൻ്റെ ഉദ്ഘാടനം വരെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ഒരു കമ്പനി സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഡേ ടു ഡേ ജനറൽ മെയിൻ്റനൻസ് എന്നാണ്. പിന്നെ ഇറങ്ങിയപ്പോൾ അതുമായി മുന്നോട്ട് പോയി. ഇപ്പം ഒരു കമ്പനിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു, AMA ട്രേഡിംഗ് ഒരു കമ്പനിയും കൂടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അത് മകനും കൂടെ ഉദ്ദേശിച്ചു വേണ്ടിയാണ്. അദ്ദേഹം പഠിച്ച് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനും കൂടെ ഉദ്ദേശിച്ചൊരു കമ്പനിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുന്നത് മകനും കൂടെ ചേർന്നാണ് അല്ലേ? എത്ര? 3 മക്കൾ. 3 മക്കളും. ഓക്കെ. മൂത്ത മോനിപ്പം ബിസിനസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് അദ്ദേഹം ആണിപ്പം ഈ AMA ട്രേഡിങ് നോക്കുന്നത്. രണ്ടാമത്തെ മകള് ഇൻ്റർനാഷണൽ ലോ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ദുബൈയിൽ. മൂന്നാമത്തെ മകള് 11ാം ക്ലാസ്സിൽ സൺറൈസിൽ. ഓക്കെ. പിന്നെ ഈ പുതിയ കമ്പനി നമ്മുടെ ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊരു ഫ്രീഡം നമുക്ക് വൈഡാണ്. ശരി, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. എന്നാൽ പോലും നമുക്ക് കൃത്യമായ ഒരു വരുമാനത്തിൻ്റെ ഒരു സോഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നന്നായി തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഈ കമ്പനിയിലോട്ട് വന്നപ്പം നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് ഇത് രണ്ടും തമ്മിൽ? അല്ല, സത്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കമ്പനി നമുക്ക് എല്ലാ ഫെസിലിറ്റീസും തന്നിരുന്നു. പിള്ളേരുടെ സ്കൂൾ ഫീസ് വരെ, പെട്രോള് എല്ലാം കമ്പനി തന്നിരുന്നു. പക്ഷേ സ്വന്തമായി മാറിയപ്പോൾ അതിൻ്റേതായ കുറേ
ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം മാസം ശമ്പളം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം, മറ്റേത് ശമ്പളം നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായൊക്കെ, പക്ഷേ ദൈവം ഇന്നേ വരെ എന്നെ കൈവിട്ടിട്ടില്ല. ഞാനൊരു 16 വർഷത്തിന് മുമ്പാണ് ഈ വീടെടുക്കുന്നത്. ഇതും എൻ്റെ ഒരു നല്ലൊരു ഭാഗമാണ്. കാരണം നല്ല ഒരു നല്ലോണം സ്നേഹിക്കുന്ന ഒരു അറബിയാണ് അയാൾ. നമ്മുടെ കുടുംബ അംഗം പോലാണ്. ഇപ്പം ഞാനും പുള്ളിയും കൂടെ നാട്ടിൽ പോയിരുന്നു. നമ്മുടെ വീടൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയ നാട്ടിൽ പോയിട്ട് ഒരു 9 ദിവസം ഞങ്ങൾ ഒരുമിച്ചാണ് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വീടാണ് ഈ കാണുന്നത് മുഴുക്ക, ഇവിടെ കാണുന്ന മുഴുക്ക. അപ്പോൾ അത് കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ജീവിക്കാനും നമ്മുടെ നാട്ടിലേനെക്കാട്ടി സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ടും ഈ ജോലി പോയപ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കണമെന്ന് തോന്നിയത് ഈ ഒരു വീടും കാര്യങ്ങളും ഇതിൻ്റെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഓരോ നമ്മൾ മെയിൻ്റനൻസ് കമ്പനിയാണ്, ട്രേഡിംഗ് കമ്പനിയാണ് അല്ലേ രണ്ടും? മെയിൻ്റനൻസ് എങ്ങനെ പോകുന്നു ഇവിടുത്തെ? കുഴപ്പമില്ല, ദൈവം വേണ്ടി വെച്ച് നല്ല രീതിയിൽ പോകും. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല, ഞങ്ങൾ ഈ പുറത്തങ്ങനെയല്ല, കുറേ ഇവിടുത്തെ ഏറ്റവും വലിയ കുറേ കമ്പനികൾക്കകത്തുള്ള അവർക്ക് വേണ്ട ജോബുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. കുറച്ച് വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ പേഴ്സണലൈസ്, അതായത് നമുക്ക് വ്യക്തിബന്ധമുള്ള കുറച്ച് വർക്കുകൾ ഉണ്ട്, അതിനെ കണക്ട് ചെയ്ത് പോകുന്നു. അതായത് എൻ്റെ കൂടെ ഒരു 10-16 പേരുണ്ട്. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്കും ജീവിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നൊന്നുമില്ല. സമാധാനം, രാത്രി കിടന്നാൽ ഉറക്കം വരണം, സ്വസ്ഥമായി ഉറങ്ങണം, അതാണ് നമ്മുടെ ഒരുപാട് ഒന്നുമില്ല. ഈ കമ്പനി തന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതും സ്വന്തം കമ്പനി ആയതുകൊണ്ട് അതിൻ്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് തന്നെ മതിയായതുകൊണ്ടും ഒക്കെ മകനും അതിനെ നോക്കാനുള്ളത് കൊണ്ടുമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇതിലൊതുങ്ങി നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം മലയാളി സമാജത്തിൽ ഓരോ പൊസിഷനും ഇങ്ങനെ കടന്നു വന്നു. ഈ സംഘടനാ പ്രവർത്തനം, അതായത് കലാസാംസ്കാരിക പ്രവർത്തനം, ഇത് രാഷ്ട്രീയ പ്രവർത്തനം, ഇത് രണ്ടും കൂടെ എങ്ങനെ കാണുന്നു? അല്ല, ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു. എനിക്ക് കലയും സ്പോർട്സും ഒന്നും ഇല്ലായിരുന്നു. കാരണം നാട്ടിൽ ആകെ അറിയാവുന്നത് അനൗൺസ്മെൻറ്റും പ്രസംഗവും സിന്താവ വിളിക്കാനും മാത്രം. കാരണം അതിൻ്റെ ഒരു കാരണം കായംകുളം കോൺഗ്രസ് ഓഫീസിനോട് ചേർന്നാണ് എൻ്റെ വാപ്പയുടെ പത്ര ഓഫീസും പ്രസ്സും ഒക്കെ. വാപ്പ പ്രസ്, പത്ര ഓഫീസൊക്കെ. അപ്പം എപ്പോഴും കാണുന്ന ഈ നേതാക്കന്മാരെയാണ്. അല്ല, വാപ്പയെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പം പത്രം ഓഫീസും പ്രസ്സും, വാപ്പ എന്തായിരുന്നു? വാപ്പ ജേർണലിസ്റ്റായിരുന്നു. അതായത് എനിക്ക് ഓർമ്മയായ കാലം തൊട്ട് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മധ്യ തിരുവിതാംകൂറിലെ ന്യൂസ് ഏജൻ്റാണ്. പിന്നെ സ്വന്തമായി നൂതനയുഗം എന്നും പറഞ്ഞൊരു പത്രവും മാഗസീനും ഒക്കെ ഉണ്ട്. സെൻട്രൽ ട്രാവൻകൂർ ജേർണലിസ്റ്റ് അസോസിയേഷൻ രൂപീകരിച്ച് മരിക്കുന്നതിനും വരെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി. ആദ്യമായി ഓച്ചിറ മണ്ഡലം കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് വാപ്പയാണ്. വാപ്പ കോൺഗ്രസ് ഓഫീസിലുള്ളിടത്തോളം സമയം അവിടെ വരുന്ന എല്ലാ നേതാക്കന്മാരും വാപ്പ അടുത്ത് വന്നിട്ടാണ് പോകുന്നത്. അപ്പം അന്ന് തൊട്ട് ആ ഒരു ഇതിൽ ഒഴുക്കിൽ ഞാനും അങ്ങ്, ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരൻ, 3 സഹോദരന്മാരാണ്, 2 സഹോദരനും 3 സഹോദരിമാരും. സഹോദരൻ മൂത്താൾ ജ്യേഷ്ഠൻ, അദ്ദേഹം ഇന്ന് അവിടുത്തെ UDF കൺവീനറാണ്. ജനശ്രീ മിഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പിന്നെ കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ പുള്ളി ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാണ്. അനിയനുണ്ട്, അദ്ദേഹം മനോരമയിൽ വർക്ക് ചെയ്യും. അപ്പം അവിടുന്ന് മാറി ഇവിടെ വന്നപ്പോഴും ഈ എല്ലാ ഫ്രീഡം, നമ്മുടെ പ്രത്യേകിച്ച് പ്രവാസത്തിൽ ഈ നമ്മുടെ UAE എന്ന രാജ്യത്തോട് പ്രവാസികൾക്ക്, മലയാളികൾക്ക് എസ്പെഷ്യലി വളരെ എന്താണ് ഒരു രണ്ടാനമ്മ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുന്നതാണ്. എൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യമാണ് അല്ലേ? അത് എങ്ങനെയാണ് ഇക്കെ കാണുന്നത്? സത്യത്തിൽ ഇപ്പം നമ്മൾ നാട്ടിൽ പോയാൽ നമുക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യവും ഇവിടെ കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറയുന്ന കഴിവിൻ്റെ പരമാവധി ഈ രാജ്യത്ത് നിന്ന് പോകാൻ. ഇന്നേ വരെ ആരും ചോദിച്ചില്ല നീ എവിടെ പോകുന്നു, നീ എന്താണ് ഇവിടെ, ഇന്നേ വരെ ആരും ചോദിച്ചിട്ടില്ല. അത്രയും സ്വാതന്ത്ര്യം. ഇപ്പം ഞാൻ എവിടെ പോയാലും ഈ മുണ്ടും ഷർട്ടും എടുത്തുകൊണ്ട് പോകാം. എൻ്റെ അടുത്ത് ഇന്നേ വരെ ആരും ചോദിച്ചില്ല നീ എന്താണ് ഈ വസ്ത്രത്തിൽ വരുന്നത്. കാണുമ്പോൾ അവർ റെസ്പെക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. കാരണം നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇതാണെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മളെ അവർ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ എവിടെ പോയാലും, ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന്
ഞാൻ മാത്രമേ ഉള്ളൂ ഈ വേഷത്തിൽ പോയി എന്ന് മുൻ രാഷ്ട്രപതി വന്ന് ഉദ്ഘാടനം ചെയ്യും. അപ്പം ഞാൻ മിക്കവാറും പൊതുപരിപാടിക്കൊക്കെ പോകുമ്പോൾ ഈ വസ്ത്രത്തിൽ തന്നെയാണ് പോകാറ്. പിന്നെ ഈ രാജ്യം തരുന്ന ഒരു സുരക്ഷ, ഇപ്പം എൻ്റെ മക്കളൊക്കെ ആയാലും ശരി എപ്പോഴും പോയാലും ഞാൻ പേടിക്കുന്നില്ല. കാരണം അവർക്ക് പോയിട്ട് വരാനറിയാം. അവർ നല്ല സെക്യൂരിറ്റി സേഫ്റ്റി ഒക്കെ നൽകുന്ന ഒരു രാജ്യം. ഈ രാജ്യത്ത് ഇത്രയും വർഷം ജീവിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണും. തീർച്ചയായിട്ടും. ഇപ്പം ഇപ്പം ഈ വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡ്രഗ്സൊക്കെ, പിന്നെ അതിനെക്കുറിച്ച് ഇപ്പം ഇവിടെ നമുക്ക് കുറച്ച് സുരക്ഷിതമാണ്, പക്ഷേ നാട്ടിൽ നമ്മൾ ഓരോ വാർത്തകളും കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്ന സംഭവമാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, സത്യത്തിൽ പുതിയ തലമുറ എങ്ങോട്ടാണ്, അതിൻ്റെ അകത്ത് നമ്മുടെ ഗവൺമെൻറ്റും രണ്ട് ഗവൺമെൻറ്റും ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് ഭയാനകരമായിരിക്കും. കാരണം നമ്മളിപ്പോൾ നാട്ടിലോട്ട് ഒരു 10 ദിവസത്തേക്ക് ചെന്നാൽ നമ്മൾ തന്നെ പേടിക്കുന്ന അവസ്ഥയാണ്. അത് അവിടെ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വീട്ടുകാരെ ഞാൻ പല ന്യൂസുകൾ കേൾക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾ പേടിച്ചിട്ടാണ് വീട്ടിൽ കഴിയുന്നത്. അപ്പോൾ അത്രത്തോളവും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് കുറച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അതിനെ കുറച്ച് നിയന്ത്രിക്കാനൊക്കെ. പക്ഷേ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നില്ല. എങ്ങനെയാണിത് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, ആ ഉറവിടം കണ്ടെത്തി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും ഇതിനെക്കാട്ടി ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നമ്മളെ ഇവിടെ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ മകൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നാട്ടിൽ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചപ്പോൾ എൻ്റെ ബിൽഡിംഗ് ഓണർ തന്നെ പറഞ്ഞു, നീ അവനെ ഇവിടെ നിർത്തിക്കോ, എന്തിനാണ് നാട്ടിൽ വിടുന്നത്. കാരണം അവരും ഇതെല്ലാം കാണുന്നതാണ്. അങ്ങനെയാണ് അവനെ ഇവിടെ പഠിപ്പിച്ചതും മകളെയും ഇവിടെ പഠിപ്പിച്ചു. പിന്നെ നാട്ടിൽ വിട്ടാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരും നോക്കാനും ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിലാരുമില്ല, പക്ഷേ സഹോദരങ്ങളും വൈഫിൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവരിവിടെ നിന്നോട്ടെ എന്ന് കരുതിയതും ഇതുകൊണ്ടാണ്. കാരണം ഇവിടത്തെ കുട്ടികൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല എന്താണ് കാര്യം. കാരണം ഇവിടെ നമ്മൾ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവിടുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അവർ ഈ ഒരു നമ്മളുമായുള്ളൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അതും ഒരു ബുദ്ധിമുട്ടാണ്. അവർ പെട്ടെന്ന് അവർക്ക് നാട്ടിൽ പോകേണ്ടി വന്നാൽ അതൊരു ബുദ്ധിമുട്ട്. പക്ഷെ അവർ അതിലേക്ക് ഇത് കഴിഞ്ഞു. പിന്നെ അവർ നന്നായി തന്നെ ഇപ്പോൾ മോഹിപ്പം കമ്പനി കാര്യങ്ങൾ നോക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ ശരിക്കും അവനും ഇവിടെ ഈ രാജ്യത്തിൻ്റെ ഒരു ഇതായി. അതെ അതെ, അവന് ഗോൾഡൻ വിസ ഒക്കെ ഉണ്ട്. അതായത് +2 ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചപ്പോൾ ഗോൾഡൻ വിസ കിട്ടിയ. ശരി. ഓക്കെ. 98 ആണെന്ന് തോന്നുന്നു അല്ലേ ഗോൾഡൻ വിസ കിട്ടാനുള്ളൊരു താരിഫ് അല്ലേ? അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അവന് ഗോൾഡൻ വിസ കിട്ടിയാൽ ബാക്കി എല്ലാവർക്കും വേണമെങ്കിൽ അതിലോട്ട് മാറാം. പക്ഷെ നമ്മള് ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ മാറാനുള്ള ഒരു ഇത് നമ്മുടെ വിസയിൽ നിൽക്കണം എന്നാണല്ലോ ആഗ്രഹം. അതെ 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 അതെ. അൻസാർക്ക് ഗൾഫിലേക്ക് വന്നിട്ട് എപ്പോഴാണ് ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? കല്യാണം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നു. മക്കളെല്ലാം, ഇളയ മോൾ ഇവിടെ തന്നെയാണ് ജനിച്ചത്. മക്കളെല്ലാം പഠിച്ചതും KG തൊട്ട് പഠിച്ചതും ഇവിടെ തന്നെയാണ്. എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു പഠിച്ചത്. അതാ ഞാൻ പറഞ്ഞ ഈ രാജ്യം തന്ന ഒരു സൗഭാഗ്യമായിട്ട്. കാരണം ഒരുപാട് പേര് കുടുംബത്തെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസരം. ഇപ്പം ഞാനിവിടെ കുറച്ച് ഫർണിച്ചർ വാങ്ങിച്ചിട്ട് റൂമുകൾ റെഡിയാക്കി കൊടുക്കും. കാരണം 1-2 മാസം അവരുടെ കുടുംബത്തെ കൂടെ കൊണ്ട് നിർത്താൻ അവർക്കൊരു സൗകര്യം, ഒരു ബെനിഫിറ്റ് മോഹിച്ചല്ല, അവരെ കുടുംബത്തെ അവർ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നെങ്കിൽ നിർത്തിക്കോട്ടെ എന്നുള്ളത്. കാരണം എല്ലാ പ്രവാസിയുടെയും ഒരു ആഗ്രഹമാണല്ലോ അവരുടെ കുടുംബത്തെ കൂടെ കൊണ്ട് നിർത്തണം. ഇപ്പോഴത്തെ തലമുറ അങ്ങനല്ല. പണ്ട് ഞാനൊക്കെ വരുന്ന സമയത്ത് നമുക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഒരു ജോലി മാറാൻ പോലും പേടിക്കുന്നത് ആ മാസത്തെ സാലറി ഇല്ലാതെ പോരും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം വരുന്നവരെല്ലാം ഫസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ കുടുംബത്തെ കൊണ്ടുവന്ന് ഒരു കുടുംബമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രവാസിയല്ലേ, അവൻ്റെ വലിയൊരു കെട്ടുമായി ഇവിടെ വരുന്നത്. തീർന്ന് വരുമ്പം കൊച്ചുമക്കളെ വരെ കെട്ടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ്. പിന്നെ എല്ലാ പ്രവാസികളുടെയും ഒരു കുഴപ്പം അവനെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നാട്ടിലുള്ള ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അവരത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഗുണം. അതുകൊണ്ട് അവർക്ക് അപൂർവം ചിലരേ ഉള്ളൂ ഗൾഫിൽ വന്നിട്ട് മോശമായി പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. കാരണം ഈ പണ്ട് കാലത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസിയായിട്ട്
ഫാമിലിയെ കൊണ്ടുവരാനുള്ളൊരു അവർക്ക് അതിനുള്ളൊരു സംവിധാനമില്ല. ചെറിയ ശമ്പളത്തിൽ വരുന്നു, ആ ശമ്പളം തന്നെ നാട്ടിലേക്ക് അയച്ച് ആ കടം തീർന്നു വരും, പിന്നെ നാട്ടിൽ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് പഴയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വന്ന് ഇപ്പോൾ ഈ ന്യൂ ജനറൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലിയെ ആദ്യം അവർ ഫാമിലിയെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു നല്ലൊരു പിന്നെ മാത്രമല്ല ഇപ്പൊ കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ അവർ ചോദിക്കും കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുമോ. കൊണ്ടുപോകാൻ പറ്റാത്തവർക്ക് കഴിച്ചു കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം മാത്രമല്ല ഇന്ന് പെൺകുട്ടികളും നല്ല വിദ്യാഭ്യാസമുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്നാൽ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ സുഭിക്ഷമായി ജീവിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. വിസയിൽ കൊണ്ടുവരിക, വൈഫിനൊരു ജോലി വാങ്ങിക്കുക, അപ്പോൾ രണ്ടുപേർക്കും സാലറി ഉണ്ടെങ്കിൽ എന്നാൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂ. രണ്ടുപേർക്ക് ജോലി വേണം ശരിക്കും പറഞ്ഞു. ഇപ്പം കാരണം അപ്പോൾ തന്നെ രണ്ടുപേരും എൻഗേജ്ഡ് ആകും. അതെ അതെ. അപ്പോൾ അത് ഒരു അർത്ഥത്തിൽ നല്ലത് തന്നെ. അപ്പോൾ ഇപ്പോൾ 2 കമ്പനി തന്നെ ഉണ്ട് റണ്ണിങ്ങിൽ. ഇനി ശരിക്കും 3 മക്കളാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദ്യം വരും. അപ്പോൾ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ? അല്ല, പ്ലാന് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാധ്യതയൊന്നും വരുത്തുന്നത് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലല്ല. കാരണം ഇന്ന് അൽഹംദുലില്ലാ ആർക്കും ഒന്നും കൊടുക്കാനില്ല. ആരും വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നീ പൈസ തരാണ്ടൊന്നും പറയത്തില്ല. അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ വാപ്പയുടെ ഒരു സിസ്റ്റം അതായിരുന്നു. ആരടുത്തൊന്നും കടം വാങ്ങിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഉള്ളത് കൊണ്ട് പുള്ളി ഇങ്ങനെ. അപ്പോൾ ആ ഒരു പോളിസിയാണ് എൻ്റെത്. കാരണം കടം വാങ്ങിച്ച് ഇപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ സഹായിക്കാൻ, ഈ നമ്മുടെ ഈ ഹൗസ് ഓണർ തന്നെ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചോദിച്ചാൽ തരും. പക്ഷെ ഞാൻ ചോദിക്കത്തില്ല. അതാണ് എൻ്റെ ഒരു വിജയവും. അതുകൊണ്ടാണ് അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും. പൈസ സാമ്പത്തികമാണല്ലോ മനുഷ്യനെ തമ്മിൽ ഒരു. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനിയും ഇതൊക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു കമ്പനിയും കൂടെ തുടങ്ങിയെന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഗ്രേറ്റ് ഗ്രേറ്റ്, നന്നായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങളുണ്ട്. കുറേ എന്താണ് ടാക്സ് എവിടെയൊക്കെയോ ഏതൊക്കെയോ പ്രോഗ്രാമുകളുടെ ഇതെന്താണ് ഇതിൻ്റെ ഒരു? ഞാനിവിടെ വന്നപ്പോൾ എവിടെ പരിപാടിക്ക് പോയാലും അവർ തരുന്ന ഒരു ബാഡ്ജുണ്ട്. ആ പരിപാടി കഴിയുമ്പോൾ ഞാനത് സൂക്ഷിക്കും, ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ ഇത് കുറേ ആയി. ഒരു മിക്കവാറും ദിവസങ്ങളിൽ പ്രോഗ്രാം കാണും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ തരുവാണെങ്കിൽ അത് സന്തോഷപൂർവ്വം തിരിച്ചിവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഇതിനകത്ത് നോക്കുക കാണാം. മിക്കവാറും പരിപാടികളുടെ ഇത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ കുറേ വാച്ചുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഉപയോഗിച്ചിട്ട് കളയാൻ തോന്നത്തില്ല. കാരണം നമ്മളെ കുറേ നാൾ ഉപയോഗിച്ച സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. അതിപ്പോൾ കുറേ കളക്ഷനായി. മൊബൈലും അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് അത് ആർക്കും കൊടുക്കത്തില്ല. ഉപയോഗിച്ച് മോശമായാൽ അത് അവിടെ സൂക്ഷിക്കും. ഓക്കെ. കാരണം പൊതുവേ ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച സാധനം ഒന്നുകിൽ കളയും, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ചെയ്യും, ഉപയോഗിക്കാൻ പറ്റിയതാണെങ്കിൽ. പക്ഷേ ഇക്കയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു കളക്ഷനായിട്ട് തന്നെ സൂക്ഷിക്കുന്നു. അതൊരു നല്ല കാര്യം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ കുറേ ഒരു വ്യത്യസ്തമായ കുറച്ച് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് സത്യത്തിൽ ഇതെന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം? അതായത് ഞാൻ ഗൾഫിൽ വന്ന കാലം മുതൽ എൻ്റെ പടം അല്ലെങ്കിൽ എൻ്റെ പേര് വന്നിട്ടുള്ള എല്ലാ പത്ര കട്ടിങ്ങുകളും ഞാൻ ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ടുള്ളത് ഇപ്പോൾ ഇതുവരെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്ര കട്ടിങ് വരെ എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഇത് വാപ്പാടുത്ത് നിന്ന് കിട്ടിയ വാപ്പ എന്നിങ്ങനെ എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ ജ്യേഷ്ഠനും ഇതുപോലെ എല്ലാം സൂക്ഷിക്കും. ഓക്കെ. ഏതായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. വളരെ സന്തോഷത്തോടെ എപ്പോഴും കണ്ടാൽ ഈ ചിരിച്ച മുഖത്തോടെ നമുക്ക് കാണാൻ കഴിയട്ടെ. അപ്പം ഇക്കയ്ക്ക് എല്ലാവിധ ആശംസകളും അവർ ടിവിയുടെ ഭാഗത്ത് നിന്ന്. താങ്ക് യു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.